ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുവെഴുത്തുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ഒരിക്കൽ കൂടെ താല്പര്യപ്പെടുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ കടന്നു വരുന്നതായ പരീക്ഷകളിൽ നിന്നും പരിശോധനയിൽ നിന്നും നാം എങ്ങനെയാണ് പരീക്ഷകളെ അതിജീവിച്ച് മുൻപോട്ട് കടന്നു പോകേണ്ടത് എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവെഴുത്തുകളിൽ നിന്ന് ഒന്നരുടെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നു. അതിനായിട്ട് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യവും യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലും നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ഈ രണ്ട് തിരുവെഴുത്തുകൾ നമുക്കൊന്ന് വായിക്കാം. ഒന്ന് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിച്ചിട്ട്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. യാക്കോബ് എഴുതിയ ലേഖനം 1-ന്റെ 12-ാം വാക്യം കൂടെ വായിക്കാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷകൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ നിരാശപ്പെടുത്താനല്ല എന്ന് ആദ്യമായി നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. ഏതൊരു സ്കൂളിലും കോളേജിലും പഠിക്കുന്നതായി കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ ഭാഗമായിട്ട് അവർ എടുക്കുമ്പോൾ അവർ പഠിക്കുന്നതായ സിലബസ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അനുഭവമാക്കിയതായ കാര്യങ്ങൾ പരീക്ഷയിൽ കൂടെ അഥവാ അത് തെളിയിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകുന്നു, അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം അവർക്ക് ലഭിക്കുകയാണ്. പലപ്പോഴും പരീക്ഷകളെ തെറ്റായ രീതിയിൽ പലരും ചിന്തിക്കുന്നത് കൊണ്ട് അതവർക്ക് ഭയവും ജീവിതത്തെ നിരാശപ്പെടുത്തുന്നതായ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഭക്തന്മാരെ സംബന്ധിച്ച് ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി നാം പഠിക്കുമ്പോൾ എന്തിനാണ് നാം പരീക്ഷിക്കപ്പെടുന്നത് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഈ തിരുവെഴുത്തുകളിൽ 2 വാക്യങ്ങളിൽ കൂടെ നാം വായിച്ച് പഠിക്കുവാനിടയായിത്തീരുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നാം വേർതിരിച്ചിരിക്കുന്ന ഈ വിഷയത്തിൽ നിന്ന്, പരീക്ഷയിൽ നിന്ന് ഒരു ദൈവവൈതൽ എങ്ങനെയാണ് പുറത്തു വരേണ്ടത്, ദൈവത്തിന് സ്തോത്രം എന്ന വിഷയത്തെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ നിന്നും ചില തിരുവെഴുത്തുകളെ ആധാരമാക്കി ഞാൻ ഓർമ്മിപ്പിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ഒന്നാമതായിട്ട് പരീക്ഷ അനുവദിക്കുന്നത് അല്ലെങ്കിൽ ദൈവം നമുക്ക് പരീക്ഷകൾ അനുവദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നാം എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ 22-ന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരീക്ഷ എന്ന് പറയുന്നത് ദൈവമാണ് അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമിനെ പരീക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ എന്തെങ്കിലും നിർബന്ധം കൊണ്ടോ മറ്റുള്ളവർ നമുക്കെതിരെ പ്രവർത്തിച്ചത് കൊണ്ടോ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ പരീക്ഷ എനിക്ക് വന്ന് എന്ന് നാം ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. അനന്തരം ദൈവമായ യഹോവ അബ്രഹാമിനെ പരീക്ഷിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴമായ സത്യം നാം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ നാം വായിച്ചു കേട്ടതായ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവവൈതൽ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അത് പരീക്ഷിക്കപ്പെടും എന്നുള്ളത് യാതൊരു രീതിയിലും തർക്കം ഇല്ലാത്തതായ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിലും അബ്രഹാമിൻ്റെ വിശ്വാസം എന്ത് ചെയ്തു? പരീക്ഷിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പരീക്ഷിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് അബ്രഹാം ഈ പരീക്ഷയിൽ നിന്ന് താൻ പുറത്തേക്ക് വന്നത് എന്നുള്ള വിഷയത്തെയാണ് നമുക്ക്
ഇവിടെ ചിന്തിക്കുവാൻ ഇടയായിത്തീരും. 22-ന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 5-ാം വാക്യം വായിക്കാം. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം പരീക്ഷിച്ചപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സംശയം തന്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. ബാല്യക്കാരോട് പറയുമ്പോൾ തന്റെ വാക്കുകളൊന്നും പതറിപ്പോയിട്ടില്ല. താൻ ഒരിക്കലും നിരാശയുടെ വാക്കുകളിൽ അവിടെ പറഞ്ഞിട്ട് പോയത്, ഞങ്ങൾ അവിടെ പോയിട്ട് മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. പരീക്ഷിക്കപ്പെടുന്നതായ ഒരു വ്യക്തി അതോടുകൂടെ എൻ്റെ ജീവിതം അവസാനിച്ചു, അല്ലെങ്കിൽ ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് അബ്രഹാമിന് വേണമെങ്കിൽ പറയാമായിരുന്നോ, ഞാൻ അവിടെ വരെ പോയിട്ട് ഞാൻ ഒറ്റയ്ക്കായിരിക്കും മടങ്ങി വരുന്നത് എന്ന് ഒരു സൂചന തനിക്ക് വേണമെങ്കിലും കൊടുക്കാമായിരുന്നു. എന്നാൽ അബ്രഹാമിന്റെ വാക്കുകളെ ശ്രദ്ധിച്ചു നോക്കിയാൽ അബ്രഹാം പറയുകയാണ്, ഞങ്ങൾ അവിടെ വരെ പോയിട്ട് മടങ്ങി വരും. ഇത് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലായിരുന്നു. പരീക്ഷയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവമക്കളായി നമുക്കൊരു ഏറ്റുപറച്ചിൽ ഉണ്ടായിരിക്കണം. അത് എന്താണെന്ന് ചോദിച്ചാൽ, തീർച്ചയായും എൻ്റെ ദൈവം ഈ പരീക്ഷയിൽ നിന്ന് എന്നെ മടക്കി കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. ഒരു കഷ്ടത വന്നു കഴിയുമ്പോൾ, ഒരു രോഗം വന്നു കഴിയുമ്പോൾ, ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ എല്ലാം അവസാനിച്ചു എന്നതായ ഒരു ചിന്തയോ നിരാശയോ ഒരിക്കലും ദൈവമക്കളുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. അവർ ആ പരീക്ഷയുടെ മുഖത്ത് ആരെങ്കിലും അവരോട് ചോദിക്കുന്നുവെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടതായ മറുപടി അബ്രഹാമിന്റെ ജീവിത അനുഭവത്തിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. 2, നാം പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവം ചിലപ്പോൾ മൗനമായിരുന്നു എന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. ദൈവം അബ്രഹാമിന് ഒരു മറുപടിയും കൊടുക്കുന്നില്ല. എപ്പോൾ താൻ യാഗം അർപ്പിക്കുന്നതായ, അല്ലെങ്കിൽ യാഗപീഠത്തിൽ ഇസഹാക്കിനെ പിടിച്ച് കെട്ടി യാഗപീഠത്തിൽ സമർപ്പിക്കുവാനായിട്ട് തൻ്റെ കയ്യിലുള്ളതായി കത്തി എടുക്കുന്ന സമയം വരെയും അബ്രഹാമിന് ഒരു മറുപടിയും കിട്ടുന്നില്ല. ദൈവശബ്ദം ഒന്നും താൻ കേൾക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പരീക്ഷയിൽ കൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കുന്നത്, കർത്താവേ ഒന്നും പറയുന്നില്ലല്ലോ, ദൈവം എന്നോടൊന്നും സംസാരിക്കുന്നില്ലല്ലോ, എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞുവോ, അല്ലെങ്കിൽ എന്നെ മറന്നു കളഞ്ഞുവോ, എന്തുകൊണ്ട് ദൈവം എനിക്ക് മറുപടി തരുന്നില്ല എന്ന് ചില സമയങ്ങളിൽ നാം ചിന്തിക്കുന്നവരായിരിക്കാം. ഒരിക്കലും അങ്ങനെ ചിന്തിച്ച് നിരാശപ്പെടരുത്. അബ്രഹാമിന് ദൈവത്തെക്കുറിച്ച് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇസഹാക്ക് തന്നോട് ചോദിച്ചപ്പോൾ പരീക്ഷിക്കപ്പെട്ടതായ അതേ അബ്രഹാമിന്റെ ഒന്നാമത്തെ മറുപടി എന്ന് പറയുന്നത്, ഞങ്ങൾ പോയിട്ട് മടങ്ങി വരും. 2 അബ്രഹാം പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, യാഗത്തിനായിട്ടുള്ളതായ യാഗമൃഗം ദൈവം കരുതിക്കൊള്ളും, ദൈവം നോക്കിക്കൊള്ളുമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. പരീക്ഷിക്കപ്പെടുന്നതായ ഒരു വ്യക്തി ഒരിക്കലും സംശയാസ്പദമായ വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിരാശപ്പെട്ടു പോകരുത്. നിരാശപ്പെട്ടു പോയാൽ അവരുടെ പരീക്ഷകളുടെ മുഖത്ത് അവർ വീണ്ടും വീണ്ടും തളർന്നും ക്ഷീണിച്ചും അതേ നിരാശപ്പെട്ടുകൊണ്ടേയിരിക്കും. അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിന് മറുപടി കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതേ ബാല്യക്കാർക്ക് മറുപടി കൊടുക്കുന്നു. എന്നാൽ ഇതിലൊന്നും അബ്രഹാമിന്റെ ജീവിതത്തിൽ യാതൊരു പതർച്ചയില്ലായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ വാക്കുകൾ വിശ്വാസത്തിന്റെ വാക്കുകളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയായിരിക്കുമെന്ന് മറ്റുള്ളവർ നമ്മോട് ചോദിക്കുമ്പോൾ നമ്മുടെ മറുപടി എന്തായിരിക്കും? ഒരുപക്ഷെ നാമും പരീക്ഷയിൽ കൂടെ പോകുന്നവരായിരിക്കാം. വിശ്വാസ ജീവിതത്തിൽ പലതരത്തിലുള്ളതായ പ്രതികൂലങ്ങൾ ദൈവമക്കൾക്ക് കടന്നു വന്നിട്ട് മുൻപോട്ട് പോകുമ്പോൾ എൻ്റെ പരീക്ഷയുടെ മുഖത്ത്, കർത്താവേ എനിക്കും അബ്രഹാമിനെ പോലെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുവാൻ എനിക്ക് കൃപ തരയണമെന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവർ അത്ഭുതപ്പെടും, അല്ലെങ്കിൽ ഇസഹാക്കിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതായ ഒരു അനുഭവമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബ്രഹാം അതേ പതറിപ്പോയിട്ടില്ല, ഉറച്ച വിശ്വാസത്തോട് താൻ മറുപടി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് 11-ാം വാക്യത്തിൽ നാം വായിച്ച് പഠിക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 22-ാമത്തെ ആയത്തിന്റെ 15-ാം വാക്യം നാം വായിക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ട് ചില സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ എങ്ങനെയാണ് താൻ മടങ്ങി വന്നത്? അതാണ് നമ്മുടെ വിഷയം. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ കൊണ്ടുപോയിട്ട് താൻ മടങ്ങി വന്നപ്പോൾ താൻ പോയതുപോലെയല്ല മടങ്ങി വരുന്നത്. ഒന്ന്, അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ടു. 2, അബ്രഹാമിനും തന്റെ സന്തതിക്കുമായിട്ട്
ദൈവം ഒരുക്കിയതായ അനുഗ്രഹത്തിന്റെ വാഗ്ദത്തങ്ങൾ അബ്രഹാം പ്രാപിക്കുകയുണ്ടായി. ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാമേ, നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് അടുത്തതായി പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഞാൻ നിന്റെ സന്തതിയെ കടൽ തീരത്ത് മണൽ പോലെയും ആകാശത്ത് നക്ഷത്രം പോലെയും ഞാൻ നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുമെന്ന് ദൈവം അവിടെ വെച്ചാണ് അനുഗ്രഹത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിന് നൽകിയത്. പരീക്ഷകൾ ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തുവാൻ വേണ്ടിയല്ല, നമ്മെ ഉയരങ്ങളിലേക്ക്, ആത്മീക നന്മകളിലേക്ക്, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക്, വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിക്കുവാൻ വേണ്ടി, ഈ ദൈവം ആരാണെന്ന് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം നമ്മെ ചില പരീക്ഷകൾക്ക് അത് വിധേയമാക്കിയേക്കാം. എന്നാൽ ശത്രു പരീക്ഷിക്കപ്പെടുമ്പോൾ ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. എങ്ങനെയാണ് തെറ്റിദ്ധാരണകൾ കടന്നു വരുന്നത്? അബ്രഹാമിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ തന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരുന്നുവെങ്കിൽ ഒരിക്കലും താനും തന്റെ സന്തതിയും അനുഗ്രഹിക്കപ്പെടുകയില്ല, അനുഗ്രഹത്തിന്റെ വാഗ്ദത്തം തനിക്ക് പ്രാപിക്കുവാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ ഈ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ളതായ ദൈവം അനുവദിച്ചതായ പരീക്ഷയിൽ കൂടെ നാം കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം പതറിപ്പോകുന്നുവോ, അതോ നിരാശപ്പെട്ടു പോകുന്നുവോ? ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വാക്കുകളോ നമ്മുടെ ശബ്ദമോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായി മറുപടി ഇടറിപ്പോകുന്നുവോ, അല്ലെങ്കിൽ നിരാശയുടെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ പറയാം, എന്റെ ദൈവം എന്നെ പരീക്ഷിക്കുന്നുവെങ്കിൽ അതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെന്ന് ഞാൻ അറിയാതെ പോയതുകൊണ്ട് നിരാശപ്പെട്ടു പോയി. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ വചനപ്രകാരം എന്റെ പരീക്ഷകൾ എന്നെ ഉയർച്ചയിലേക്ക്, ആത്മീക നന്മയിലേക്ക്, ആത്മീക അനുഗ്രഹത്തിലേക്ക്, എന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവം ആരാണെന്ന് മറ്റുള്ളവർക്ക്, എന്റെ വരും തലമുറകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയാണെങ്കിൽ ആ പരീക്ഷയിൽ കൂടെ കടന്നു പോകുവാൻ കർത്താവെ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. പലപ്പോഴും ഞാൻ പിറുപിറുത്തു പോയി, പലപ്പോഴും ഞാൻ നിരാശപ്പെട്ടു പോയി, പലപ്പോഴും ഞാൻ അധൈര്യപ്പെട്ടു പോയി, പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ കർത്താവേ എന്തുകൊണ്ട് എനിക്ക് ഈ പരീക്ഷയെന്ന് ദൈവത്തോട് ഞാൻ ചോദിച്ചു. എന്നാൽ ഇപ്പോൾ എനിക്ക് ഒരു സത്യം മനസ്സിലായി, എന്നെ ഉയർത്തുവാൻ വേണ്ടിയാണ് എൻ്റെ കർത്താവ് എനിക്ക് പരീക്ഷകൾ തന്നിരിക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് നമുക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. ആ പരീക്ഷകൾ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് എനിക്കായി ഒരുക്കുന്നതായ അനുഗ്രഹങ്ങളെ പ്രാപിക്കേണ്ടതിന്, നന്മകളെ പ്രാപിക്കേണ്ടതിന് ദൈവത്തിന് സ്തോത്രം, ഞാൻ അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? പരീക്ഷകൾ ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തുവാനല്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇവിടെ നമുക്കത് കാണുവാൻ സാധിക്കും. 18-19 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 22-ാമത്തെ ആയത്തിന്റെ 18-ാം വാക്യവും 19-ാം വാക്യവും ഒന്ന് വായിച്ചാട്ടെ. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഒരിക്കലും മാറ്റം വരാത്തതായ ഒരു നിയമം എന്നതുപോലെ മാറ്റം വരാത്തതായ വാഗ്ദത്തം അബ്രഹാമിന് ദൈവം നൽകി. എന്നെ കൊണ്ട് തന്നെ ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നീ എന്റെ വാക്ക് കേട്ട് നീ അനുസരിച്ചതുകൊണ്ട്, നീ എന്റെ വാക്കുകൾ കേട്ട് അനുസരിച്ച് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നതായ പരീക്ഷകളെ ദൈവത്തിന് സ്തോത്രം ഒരിക്കലും നിരാശയോടല്ല. എന്റെ ദൈവം എനിക്ക് ദോഷം ചെയ്യുന്ന ദൈവമല്ല എന്ന് അബ്രഹാമിന് ഹൃദയത്തിന്റെ ഉള്ളിൽ നല്ല ഒരു വെളിപ്പാടുണ്ടായിരുന്നു. കാരണം അതേ തന്റെ ആ ശരീരം നിർജീവമായതും സാറായുടെ ഗർഭത്തിന്റെ നിർജീവത്വവും താൻ ഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അബ്രഹാമിന് അറിയാം, ഇതെല്ലാം എന്റെ ദൈവം എനിക്ക് തന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നുവെങ്കിൽ എന്റെ ദൈവത്തിന് എന്തെങ്കിലും ഒരു ഉദ്ദേശമില്ലാതെ ദൈവം എന്നോട് ഇത് പറയുകയില്ല. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവനൊരു ഉദ്ദേശമുണ്ട്. എന്നെ നടത്തുന്നതിൽ, എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും എന്റെ ദൈവം സകലതും നന്മയ്ക്ക് വേണ്ടി എന്ന് അബ്രഹാം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്റെ വാക്കുകൾ ഒരിക്കലും നിരാശയുടെ വാക്കുകളല്ലായിരുന്നു. മടങ്ങി വന്നപ്പോൾ അബ്രഹാം അത് കടന്നുപോയതുപോലെയല്ല മടങ്ങി വന്നത്. വെറും കൈയോടല്ല മടങ്ങി വരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ആത്മീക അനുഗ്രഹവും
ഭൗമികമായ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വാഗ്ദത്തമായി ഏറ്റുവാങ്ങിക്കൊണ്ട് അബ്രഹാം മടങ്ങി വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പരീക്ഷയിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, പരീക്ഷയുടെ പിന്നിൽ ഒരു ദൈവിക വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മെ ഒരുക്കുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം. മൗനമായി കടന്നുപോയി ദൈവം നമുക്ക് തരുന്നതായ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാനുള്ളതായ ആ ആത്മീക വെളിപ്പാട് പ്രാപിപ്പാൻ എത്ര പേർ തയ്യാറാകുന്നു? അങ്ങനെയുള്ളവർ, കർത്താവേ, ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ, എന്റെ പരീക്ഷകളിൽ, എന്റെ പ്രതികൂലങ്ങളിൽ, എന്റെ കഷ്ടതയിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്നതായ പരിശോധനയുടെ മുഖത്ത് ഞാൻ നിരാശപ്പെടുകയില്ല. കാരണം എൻ്റെ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയുവാനിടയായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നേ, നമ്മുടെ പരീക്ഷകളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് നാം എങ്ങനെയാണ് മടങ്ങി വരേണ്ടത്. അബ്രഹാമിനെ പോലെ അനുഗ്രഹത്തോട്, വാഗ്ദത്തങ്ങളോട്, ദൈവശബ്ദം കേട്ടുകൊണ്ട് നാം മടങ്ങി വരേണം. അങ്ങോട്ട് പോയപ്പോൾ ദൈവം സംസാരിച്ചില്ല എന്ന് പറഞ്ഞ് നീ നിരാശപ്പെട്ടു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവം തിരിച്ചു വരുന്ന സമയം തനിക്ക് വാഗ്ദത്തങ്ങളെയും അനുഗ്രഹങ്ങളെയും നൽകിയാണ് അബ്രഹാമിനെ മടക്കി അയച്ചത്. അപ്പോൾ പരീക്ഷയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോട്, സമാധാനത്തോടും മടങ്ങി വരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട് യോബിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിന്റെ 10-ാം വാക്യം നാം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ, ഭക്തനായ യോബ് താൻ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല. ഇന്ന് പലർക്കും തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുന്നവർക്ക്, ദൈവത്തെ വിളിക്കുന്നവർക്ക്, ദൈവഭക്തരായി ജീവിക്കുന്നവർക്ക്, യാഗം അർപ്പിച്ച് അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ട് ദോഷം വിട്ട് അകന്ന് ദൈവത്തിന് സ്തോത്രം ജീവിച്ചതായ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് പരീക്ഷ വന്നു? ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സംശയാസ്പദമായ ഒരു ചോദ്യങ്ങൾ ഉയരുകയാണ്. കർത്താവേ, അവർ ദൈവഭക്തരാണല്ലോ, അവർ ദൈവത്തെ അത് ഇടപെടാതെ സേവിക്കുന്നവരായിരുന്നല്ലോ, അവർ ദൈവത്തെ മാനിക്കുന്നവരായിരുന്നല്ലോ, ദൈവത്തിന് വേണ്ടി അവർ ജീവിച്ചവരായിരുന്നല്ലോ, എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്നതായ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉയരാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. യോബിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ദൈവവും അല്ലെങ്കിൽ സാത്താൻ പോലും അതിനെതിരായിട്ട് ഒരു വാക്ക് പറയുവാൻ കഴിയാത്ത രീതിയിൽ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ കുടുംബകാര്യങ്ങളും തൻ്റെ ഭവനത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മക്കൾക്ക് വേണ്ടി യാഗമർപ്പിക്കുന്ന ഒരു പിതാവ്, കുടുംബത്തെ ദൈവഭയത്തിൽ നടത്തുന്നതായ ഒരു വ്യക്തി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഏതാണ്ട് മിനിറ്റുകൾക്കകം തൻ്റെ ജീവിതം തകിടമറിഞ്ഞു പോയി. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നന്മകൾ പാടെ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. ഇദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ തൻ്റെ ശരീരവും തൻ്റെ ചുറ്റുപാടുകൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. ഇതെല്ലാം ഏതാണ്ട് ചില മണിക്കൂറുകൾക്ക് ഉള്ളിൽ സംഭവിച്ചതാണ്. അതുകൊണ്ട് തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു വ്യക്തി വന്ന് പറയുമ്പോൾ അദ്ദേഹം പോകുന്നതിന് മുമ്പേ അടുത്ത വ്യക്തി അവിടെ കടന്നു വരുന്നു. ഇതെല്ലാം നാം തിരുവെടുത്തിൽ വായിക്കുന്നു. ഏതാണ്ട് മണിക്കൂറുകൾക്ക് ഉള്ളിൽ ഭക്തനായി യോബിന്റെ അവസ്ഥയ്ക്ക് പൂർണ്ണമായി മാറ്റം സംഭവിച്ചു. തൻ്റെ ഭൗമിക നന്മകൾക്ക് മാറ്റം സംഭവിച്ചു. തൻ്റെ ആത്മീക കാര്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചു. തന്നോട് ഒപ്പമുണ്ടായിരുന്ന പലരും നഷ്ടപ്പെട്ടു പോയി. താൻ വിശ്വസിച്ചതായ, തൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചതായ ഭാര്യ പോലും തന്നോട് പറയുകയാണ്, ദൈവത്തെ നീ ത്യജിച്ചു കളഞ്ഞ് നീ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് പറയത്തക്കതായ നിലയിലേക്ക് എത്തിച്ചേർന്നു. തൻ്റെ സാഹചര്യങ്ങളെല്ലാം മാറ്റം സംഭവിച്ചു. സ്നേഹിതന്മാർ വന്ന് ആശ്വസിപ്പിക്കുമെന്ന് വിചാരിച്ചു. പ്രാരംഭത്തിൽ ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകി. എന്നാൽ അധികം താമസിക്കാതെ ഭക്തനായ യോബിനെ അവർ വ്യസനിപ്പിക്കുന്നതായ വാക്കുകൾ അവർ പറഞ്ഞു തുടങ്ങി. ഇതാണോ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് സംഭവിക്കേണ്ടത്? ഇതാണോ ദൈവഭക്തന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്ന് ദൈവത്തിന് സ്തോത്രം പലരും ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭക്തനായ യോബ് പറയുകയാണ്, 23-ാമത്തെ അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, എന്തിനാണ് ദൈവം എന്നെ പരീക്ഷിക്കുന്നത്? ഈ പരീക്ഷയുടെ പിന്നിൽ ഞാൻ എങ്ങനെയാണ് എന്റെ ദൈവം എന്നെ മാറ്റുവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് താൻ വ്യക്തമായ വെളിപ്പാട് താൻ പ്രാപിച്ചിരുന്നു. തൻ്റെ ജീവിത അനുഭവത്തിൽ കൂടെ 2 വിഷയങ്ങൾ നമുക്ക് അതിൽ നിന്ന് ചിന്തിക്കാം. ഒന്ന്, 23-ന്റെ 10-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ, 10-ാം വാക്യം ഒന്ന് വായിക്കാം. 23-ന്റെ 10-ാം വാക്യം വായിച്ചാൽ, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ദൈവത്തിന് സ്തോത്രം. നഷ്ടപ്പെട്ടു പോകുമെന്നോ,
എനിക്ക് ഇനി ഇതോടുകൂടെ എൻ്റെ ജീവിതം അവസാനിച്ചുവെന്നോ, ദൈവം എന്നെ പാടെ കൈവിട്ട് കളയുമെന്നോ, എന്റെ വില നഷ്ടപ്പെട്ടു പോകുമെന്നോ ഭക്തനായ യോബ് നിരാശയുടെ വാക്കൊന്നും പറയാതെ താൻ പറയുകയാണ്, അവൻ എന്നെ ശോധന കഴിച്ചാൽ, അഥവാ എന്നെ തീയിൽ കൂടെ അവൻ കടത്തിക്കൊണ്ടുപോയാൽ, മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ദൈവത്തിന് സ്തോത്രം നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. വായിക്കാം 3-ാം വാക്യം വായിച്ചാൽ, അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നു പോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. ദൈവത്തിന് സ്തോത്രം. അത് അവന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതായ കാര്യമാണ്. അവൻ ഇരുന്നു കൊണ്ട് ദൈവത്തിന് സ്തോത്രം ലേവി പുത്രന്മാരെ അവൻ നിർമ്മലീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തിന് സ്തോത്രം അവർ നഷ്ടപ്പെട്ടു പോകാനല്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തകർച്ച വരുത്തുവാനല്ല. ഇത് തീയിൽ കൂടെ കടത്തി വിട്ടിട്ട് ഇത് വിലയേറിയ ഒരു വസ്തുവാക്കി എടുക്കുവാൻ, മറ്റുള്ളവർക്ക് മുമ്പ് ദൈവത്തിന് സ്തോത്രം അതേ വിലയുള്ളവരാക്കി തീർക്കേണ്ടതിന് അതേ കർത്താവ് നമ്മെയും ചില സമയങ്ങളിൽ അവൻ തന്നെ ഇരുന്നു കൊണ്ട് വേറെ ആരുമല്ല നിർമ്മലീകരിക്കുന്നത്, വേറെ ആരുമല്ല തീയിൽ കൂടെ കടത്തി വിടുന്നത്. ദൈവത്തിന് സ്തോത്രം. 66-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ആ സങ്കീർത്തനത്തിൽ ഒരു വാക്യവും ഇങ്ങനെയുണ്ട്, നീ ഞങ്ങളെ ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടതായിട്ട് വന്നു. ആ സങ്കീർത്തനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് രണ്ടും പ്രതികൂല സാഹചര്യമാണ്. ആ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഓരോന്നും അനുകൂലമായ സാഹചര്യമല്ല. ഭക്തന്മാർക്ക് ഈ ലോകത്തിലെ ജീവിതം ഒരുപക്ഷെ പ്രതികൂലമായിരിക്കാം, ഒരുപക്ഷെ കടക്കുവാൻ കഴിയാത്തതായ പ്രതിസന്ധികളായിരിക്കാം, ദൈവജനത്തിന് ഉൾക്കൊള്ളുവാൻ പറ്റാത്തതായ വഴിയിൽ കൂടെ ആയിരിക്കാം ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യോബിനെ ദൈവം തീയിൽ കൂടെ കടത്തിവിട്ടു എന്ന് യോബിന് മനസ്സിലായി. എന്താണെന്ന് അറിയാമോ? യോബിനെ അറിയാം താൻ ഒരിക്കലും വെന്തു പോകുകയില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ പരിശോധനയിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏത് തീയിൽ കൂടെ കടന്നുപോയാലും, ഏത് പരീക്ഷകൾ വന്നാലും എന്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ശക്തിയോട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ശത്രു ലജ്ജിച്ചു പോകട്ടെ, നീ നിരാശപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. തീയിൽ കൂടെ കടത്തി വിടുന്നത് മനുഷ്യനല്ല, അവൻ തന്നെ ഇരുന്നു കൊണ്ട് പൊന്നുപോലെയും വെള്ളി പോലെയും നമ്മെ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കീടങ്ങളെ ദൈവം എടുത്ത് മാറ്റുകയാണ്. തീ അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സ്വർണത്തിന്റെ രീതിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അഥവാ അതിലുള്ള കീടങ്ങളൊക്കെയും അതിൽ നിന്ന് നീക്കപ്പെടുകയാണ്. പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിലെ അവിശ്വാസത്തെയും സംശയത്തെയും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതായ പല സ്വഭാവത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ വേണ്ടി മാത്രമല്ലാതെ ഒരിക്കലും നമ്മെ തകർത്ത് കളയുവാൻ വേണ്ടി അല്ല എന്ന് വിശ്വസിക്കുന്നവരെ എത്ര പേരുണ്ട്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് പരീക്ഷയിൽ നിന്ന് ഒരു ദൈവം ഇതിൽ പുറത്തേക്ക് വരുമ്പോൾ അവന്റെ ഒരു ഏറ്റുപറച്ചിൽ ഇങ്ങനെയായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 പത്രോസ് 1-ന്റെ 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ന്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാം. നീ സമ്പന്നനാകേണ്ടതിന്, നീ സമ്പന്നനായി തീരേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും. ദൈവത്തിന് സ്തോത്രം. സമ്പന്നരായി നാം മാറേണ്ടതിനാണ്. ആത്മീകത്തിലെ നാം സമ്പന്നരായി തീരണം. വിശ്വാസത്തിൽ നാം സമ്പന്നന്മാരായി തീരണം. അതുകൊണ്ട് ദൈവം എന്താണ് ചെയ്യുന്നത്? ദൈവത്തിന് സ്തോത്രം. തീയിൽ ഊതിക്കഴിച്ചതായ പൊന്ന് നീ എന്നോട് വാങ്ങിക്കണമെന്ന് പറയുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ആത്മീകത്തിലെ സമ്പന്നരായി തീരണം. വിശ്വാസത്തിൽ നാം ആരായി തീരണം? സമ്പന്നരായി തീരണം. ഈ സഭയുടെ അവസ്ഥയെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ചില സംതൃപ്തി ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവരുടെ ജീവിതത്തിൽ ചില ആത്മീക അനുഭവങ്ങൾ അവർക്ക് സംതൃപ്തി നൽകുന്നതായിരുന്നു. എന്നാൽ ആ അവസ്ഥയിൽ അവർ ജീവിച്ചപ്പോൾ എന്താണ് അവിടെ നാം വായിക്കുന്നത്? ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വാതിൽക്കൽ നിന്ന് മുട്ടുന്നതായ ഒരു ശബ്ദം.
ക്രിസ്തു അതിന്റെ ഉള്ളിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ വളർച്ചയില്ലെങ്കിൽ ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവും നമുക്ക് ഇല്ലാത്തവരായി നാം മാറും. അതുകൊണ്ട് പരീക്ഷകളിൽ കൂടെ, പരിശോധനയിൽ കൂടെ, ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു ദൈവപൈതൽ മനസ്സിലാക്കിയിരിക്കേണ്ടതായ കാര്യം, ദൈവത്തിന് സ്തോത്രം, അവൻ എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഭക്തനായ യോബ് അത് ഏറ്റുപറയാൻ തുടങ്ങി. സാഹചര്യം പ്രതികൂലമാണെങ്കിലും, ചുറ്റുപാടുകൾ പ്രതികൂലമാണെങ്കിലും, തനിക്ക് അനുകൂലിക്കുവാൻ ആരും തന്നെ ഇല്ലായിരുന്നുവെങ്കിലും, ഒറ്റയ്ക്ക് തന്റെ ജീവിതത്തിൽ പരീക്ഷയിൽ കൂടെ കടന്നുപോയപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തന്റെ ജീവിതത്തെ ഉറപ്പിച്ചതായി യോബ് പറയുന്നു. ഞാൻ പൊന്നുപോലെ പുറത്ത് എന്റെ ദൈവം എന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ ശത്രു അത് കേട്ടിട്ട്, ദൈവത്തിന് സ്തോത്രം, സാത്താനീ ശക്തികൾ യോബിനെ അലട്ടുവാനായിട്ട് ശ്രമിച്ചുവെങ്കിലും ഈ വാക്കുകൾ വിശ്വാസത്തിന്റെ വാക്കുകളായിരുന്നു, ധൈര്യത്തിന്റെ വാക്കുകളായിരുന്നു, പ്രത്യാശയുടെ വാക്കുകളായിരുന്നു. അതുകൊണ്ട് ഒരു ദൈവപൈതൽ പറയണം, ഞാൻ എന്റെ പരീക്ഷയ്ക്ക് പിന്നിൽ നിരാശയോടല്ല, ഞാൻ വിലയേറിയ ഒരു വ്യക്തിയായി എന്റെ ദൈവം എന്നെ മാറ്റുമെന്ന് നാം വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മുടെ കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ടത്. പലപ്പോഴും ശത്രു നമ്മെ നിരാശപ്പെടുത്തും. ഏതെങ്കിലും ഒരു കഷ്ടത വന്നാൽ, ഒരു പരീക്ഷ വന്നാൽ, ദൈവത്തെ അറിഞ്ഞ് എനിക്ക് ഇത് എന്തുകൊണ്ട് വന്നു, ദൈവത്തെ അറിഞ്ഞ് എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞ് നമ്മെ നിരാശപ്പെടുത്തുന്നതായ സമയം നാം ഏറ്റുപറയണം. അതുകൊണ്ടാണ് പത്രോസ് എഴുതിയ 1 ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഇത് ഒരു അപൂർവ കാര്യമെന്ന് വിചാരിച്ച് അതിശയിച്ചു പോകരുത് എന്ന് പത്രോസ് പറയുകയാണ്. ചിലർക്ക് അതിശയമാണ്, ദൈവത്തിന് സ്തോത്രം, ഒരു അപൂർവ കാര്യമെന്ന് പറയുകയാണ്. അയ്യോ, നിങ്ങൾക്കത് സംഭവിച്ചോ? അയ്യോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നോ? അവർ ദൈവഭക്തരല്ലേ, ദൈവത്തെ വിളിച്ചവരല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇതിൽ നിന്ന് അവരെ മറ്റൊരു ദിശയിലേക്ക് തിരിക്കുവാൻ ശത്രു പലരെയും ഉപയോഗിക്കാറുണ്ട്. യോബിന്റെ ജീവിതത്തിൽ അങ്ങനെ പലരും വന്നു. അപ്പോൾ യോബ് പറയുകയാണ്, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കരുത്. ദൈവത്തിന് സ്തോത്രം, എന്റെ പരീക്ഷയുടെ പിന്നിൽ എന്റെ ദൈവം എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും. ഞാൻ വിലയേറിയവനായി മാറും, എന്റെ വിശ്വാസം വിലയേറിയതായി മാറും, എന്റെ ദൈവം എന്നെ നിരാശപ്പെടുത്തുകയില്ല എന്ന് ധൈര്യത്തോട് ഭക്തനായ യോബ് കടന്നുപോയി. 4-ന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. അത് 4-ാം അധ്യായം 12-ാം വാക്യം വായിച്ചാൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നു എന്ന് വിചാരിച്ച് അതിശയിച്ചു പോകരുത്. അടുത്തത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ, പരീക്ഷയിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ അബ്രഹാമിനെ പോലെ അവർ ഒരു ദിവസം വാഗ്ദത്തവും പ്രാപിച്ചുകൊണ്ട്, അനുഗ്രഹവും പ്രാപിച്ചുകൊണ്ട്, സ്വർഗീയ നന്മകൾക്ക് അവകാശികളായി മാറ്റപ്പെടുമ്പോൾ നിരാശപ്പെട്ട് പിറുപിറുത്തുകൊണ്ട്, കഷ്ടതയിൽ ദൈവം എന്നെ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ അവകാശമോ വാഗ്ദത്തമോ പ്രാപിപ്പാൻ അവർക്ക് ഒരിക്കലും സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവിക ആലോചന ലഭിച്ചപ്പോൾ അതിന് എതിരായിട്ടോ അതിന് വിരുദ്ധമായിട്ടോ അബ്രഹാം ഒരു ചിന്ത പോലും തനിക്ക് വരാതെ തന്നെ കാത്തു സൂക്ഷിക്കുകയുണ്ടായി. യോബും തന്റെ ജീവിതത്തിൽ തന്റെ പരീക്ഷകളുടെ മുഖത്ത് താൻ ഏറ്റുപറയുകയാണ്, ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ പുതുക്കുവാൻ, വിശ്വാസത്തിൽ ഒന്നുകൂടെ ശക്തിപ്പെടുവാൻ ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് അനുവദിക്കുന്ന പരീക്ഷയിൽ നിന്ന് നാം വിലയേറിയവരായി നാം പുറത്തു വരേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായിട്ട് യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 23, 27 ഈ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ തന്റെ ജീവിതത്തിലെ പ്രത്യാശയെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. 23, 27, 19-ന്റെ 25 ഈ വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. വായിക്കാം. അയ്യോ, എന്റെ വാക്കുകൾ ഒന്ന് എഴുതിയെങ്കിൽ ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഇത് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കണമെന്ന് ഭക്തനായ യോബ് പറയുകയുണ്ടായി. ഏതാണ് തന്റെ ജീവിതത്തിൽ ഇപ്പോൾ താൻ പറയുന്നതായ ഈ തിരുവെഴുത്തുകൾ എഴുതി വെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുകയാണ്. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നാം അടുത്ത വാക്യം വായിക്കുമ്പോൾ 25-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. വായിക്കാം. എന്നെ വീണ്ടെടുക്കുന്നവൻ
ജീവിച്ചിരിക്കുന്നു എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. പരീക്ഷകളിൽ കൂടെ കടന്നുപോയ യോബിന്റെ ജീവിതത്തിൽ നല്ല പ്രത്യാശ തനിക്ക് ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. തന്റെ ശരീരം ആശകളും തകർക്കപ്പെട്ടു, പരുക്കൾ കൊണ്ട് നിറഞ്ഞിരുന്നു. താൻ ആകപ്പാട് തകർന്നുപോയി. തന്നെ കണ്ടാൽ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തതായ അവസ്ഥയിലേക്ക് താൻ എത്തിച്ചേർന്നപ്പോൾ തന്റെ പ്രത്യാശയെ താൻ എടുത്തു പറയുന്നു, അന്യ കണ്ണുകൊണ്ടല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. കാരണം എന്നെ വീണ്ടെടുത്തിരിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ ജീവിതത്തിൽ പരീക്ഷകളിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രത്യാശയുടെ സമർത്ഥിയോട് നാം ജീവിക്കുവാനായിട്ട് ദൈവം നമുക്ക് തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകി തന്നിരിക്കുകയാണ്. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാം പ്രത്യാശയിൽ സമർത്ഥിയുള്ളവരായി തീരേണ്ടതിന്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അവർ ഏകദേശം നല്ല ഒരു ശതമാനം അവർ രക്തസാക്ഷികളായിട്ടാണ് മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിച്ചവർ, സകലതും വിട്ടും വെറുത്തും യേശുവിനെ അനുഗമിച്ചവർ, യേശുവിന് വേണ്ടി ലോകത്തിൽ കഷ്ടങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ മരിക്കുമ്പോൾ നല്ല ഒരു ശതമാനവും അവരുടെ ജീവിതത്തിൽ രക്തസാക്ഷികളായിട്ടാണ് അവർ മരിച്ചത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പത്രോസിനെ അവർ ക്രൂശിച്ചു, അങ്ങനെയാണ് കൊന്നത്. അതും സാധാരണയായിട്ടല്ല, തഴകിയിലായിട്ടാണ് ക്രൂശിച്ചത്. തോമസ് അപ്പോസ്തലനെ അതേ കുന്തം കൊണ്ട് തന്റെ വിലാപ്പുറത്ത് കുത്തി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് വേറെ ഒരു സത്യത്തെ വിരൽ ചൂണ്ടുകയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഓരോരുത്തരും പല രീതിയിലും രക്തസാക്ഷികളായിട്ട് അവർ മരണം ഏറ്റുവാങ്ങുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവരുടെ പ്രത്യാശയ്ക്ക് യാതൊരു ഭംഗം വരാത്തതായ അനുഭവം ഉണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ താൻ ലേഖനം എഴുതിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, തന്റെ മരണത്തോട് താൻ അടുത്തതായ സമയത്ത് തിമോഥെയോസിനോട് അല്ലെങ്കിൽ താൻ ലേഖനം എഴുതിയപ്പോൾ പറയുകയാണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പുതപ്പും കൂടെ എനിക്ക് കൊടുത്തയക്കണം. ഒരു വ്യക്തി അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുകയുണ്ടായി. അന്നത്തേതായ നിലയിൽ കാരാഗ്രഹത്തിന്റെ തണുപ്പ് കൊണ്ട് പലരും മരണം ഏറ്റുവാങ്ങിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, എന്നാൽ പൗലോസിന് ഒരു രക്തസാക്ഷിയുടെ മരണമാണ് താൻ ആഗ്രഹിച്ചിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ തണുപ്പ് കൊണ്ട് ഞാൻ തണുത്ത് മരിച്ചുപോയാൽ എന്റെ പ്രാണനാഥന് വേണ്ടി എനിക്ക് ഒരു രക്തസാക്ഷിയായി മരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു പുതപ്പും കൂടെ കൊടുത്തയക്കണം. എനിക്ക് എന്റെ യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരിക്കണമെന്ന് പൗലോസ് കാരാഗ്രഹത്തിൽ ആഗ്രഹിച്ചുവെങ്കിൽ മരണത്തെ അവർ ഭയപ്പെടാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഭക്തൻ പറഞ്ഞതുപോലെ അവർക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് അപ്പോസ്തലന്മാരുടെ പ്രത്യാശ, ദൈവമക്കളുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പ്രത്യാശയിൽ നിലനിൽക്കുമ്പോൾ ലോകത്തിലെ കഷ്ടതയെ ഓർത്ത് പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഞങ്ങൾ സാരമില്ല എന്ന് ഞങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എന്തേ പൗലോസ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അതേ വാക്യത്തിൽ അടുത്തതായി നാം വായിക്കുന്നു, വരുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ പ്രാപിക്കുന്നതായ ഒരു തേജസ്സുണ്ട്. ദൈവം ഞങ്ങൾക്കായി ഒരുക്കുന്ന ഒരു അവകാശമുണ്ട്. ഈ അവകാശം പ്രാപിക്കുന്നതായ ഭക്തന്മാർ അവർ ഒരിക്കലും നിരാശപ്പെടുന്നില്ല. അവരുടെ പരീക്ഷകളിൽ അവർ പ്രത്യാശയോട് പുറത്തു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അതേ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഏറ്റുപറച്ചിൽ എന്താണ്? ദൈവത്തിന് സ്തോത്രം. ദൈവം എല്ലാം എനിക്ക് തന്നത് തിരികെ എടുത്തു എന്നാണോ? എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണോ? ഇത്രയും ഭക്തനായി ഞാൻ ജീവിച്ചിട്ട്, ദൈവത്തെ സ്നേഹിച്ചിട്ട്, ദൈവസഭയിലെ അംഗമായി തീർന്നിട്ട് മറ്റുള്ളവരിൽ ഇല്ലാത്തതായ ആത്മീക അനുഭവം എനിക്ക് ഉണ്ടായിട്ട് ദൈവമേ എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നുവോ? അല്ല, ഇന്ന് പകൽക്കാലം തിരുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ? ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ നടത്തുന്ന ഈ അനുഭവത്തിൽ എന്റെ പ്രത്യാശ
വർദ്ധിക്കുമെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ദൈവത്തിന് സ്തോത്രം. അതേ പ്രിയമുള്ളവരെ, പരീക്ഷയിൽ നിന്ന് നാം പൊണ്ണുപോലെ പുറത്തു വരുന്നവരായിരിക്കണം. അല്ലെങ്കിൽ പ്രത്യാശയുള്ളവരായി നാം ജീവിക്കുന്നവരായിരിക്കണം. ഭക്തന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ താൻ ഏറ്റുപറയുകയാണ്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, അവൻ ജീവിച്ചിരിക്കുന്നു. അന്യ കണ്ണുകൾ കൊണ്ടല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യേശുവിനെ നാം കാണും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയുള്ളവർ എത്ര പേര് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്? ഈ ലോകത്തിലുള്ളത് എല്ലാം നഷ്ടപ്പെട്ടു പോയാലും, ലോകത്തിലുള്ളത് എല്ലാം നഷ്ടപ്പെട്ടാലും എന്റെ ദൈവത്തെ ഞാൻ കാണും. അതാണ് ദൈവമക്കളുടെ പ്രത്യാശ. അതിനാണ് ഈ കൂട്ടായ്മയിലേക്ക്, സത്യത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും അറിയാത്തവർ ലോകത്തിന്റെ നന്മയോ അനുഗ്രഹമോ നഷ്ടപ്പെട്ടപ്പോൾ എല്ലാം തീർന്നു എന്ന് പറയുന്നത് കേട്ടിട്ട് ഭാരപ്പെടരുത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുകയാണ്, ഇഹലോകത്തിൽ നാം വന്നപ്പോൾ, ആ വാക്യം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാട്ടെ. തിമോഥെയോസ് എഴുതിയ ലേഖനം എടുത്ത് വായിക്കുമ്പോൾ, നാം ഇഹലോകത്തിൽ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല, ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നുമില്ല എന്ന് പൗലോസ് പറയുന്ന ആ വേദഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ദൈവത്തിന് സ്തോത്രം. വായിച്ചാട്ടെ. തിമോഥെയോസ് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ പൗലോസ് പറയുന്നു, ഇഹലോകത്തിൽ നാം വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. വായിക്കാം. 1 തിമോഥെയോസ് 6:7. 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കാം. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇഹലോകത്തിൽ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഇത് ആദ്യമായി മനസ്സിലാക്കിക്കൊള്ളണം. ഈ ലോകത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്നത് ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ ഇല്ല. എന്നാൽ തിരികെ പോകുമ്പോൾ സമ്പാദിച്ചതോ നേടിയതോ ലോകത്തിലുള്ളത് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. സകലതും ഇട്ടിട്ട് വേണം നാം മടങ്ങിപ്പോകുവാൻ. അത് ഏത് സമയത്തും സംഭവിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നാം നിത്യതയ്ക്ക് വേണ്ടി കരുതലുള്ളവരാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. യേശു പറഞ്ഞു, നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിച്ചു കൊള്ളണം. ഈ ലോകത്തില് നേടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒന്നുമില്ലാത്തവരായി നാം തീരരുത്. അതുകൊണ്ട് തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്, നമുക്കൊരു പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ ദൈവത്തെ കാണും. ആ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകളിൽ പ്രത്യാശയുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് നാം തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം കൂടെ വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 3-ാം അധ്യായത്തിന്റെ 26-ാം വാക്യവും 27-ാം വാക്യവും വായിക്കാം. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചുളയുടെ വാതിൽക്കൽ അടുത്തു ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോയെ പുറത്തു വരുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും പറ്റാതെ ഇരുന്നത് കണ്ടു. അവർ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അവരെ പിടിച്ചു കെട്ടി ഒരിക്കലും ഇല്ലാത്തതായ രീതിയിൽ ചൂട് വർദ്ധിപ്പിച്ചിട്ട് രാജാവിന്റെ കൽപ്പന അവരുടെ മേൽ അത് വളരെ കഠിനമായതുകൊണ്ട് ഏറ്റവും ചൂട് വർദ്ധിപ്പിച്ചുകൊണ്ട് അവരെ ആ തീ ജ്വാലയ്ക്ക് ഉള്ളിലേക്ക് എടുത്തിട്ടു. ദൈവത്തിന് സ്തോത്രം. ബന്ധിച്ചവരായിട്ട്. എന്നാൽ അവർ അവിടെ നിന്ന് മടങ്ങി വന്നപ്പോൾ അവരെ പരീക്ഷിച്ചു നോക്കിയപ്പോൾ, സാധാരണക്കാരല്ല പരീക്ഷിച്ചു നോക്കിയത്, ദൈവത്തിന് സ്തോത്രം, അവരുടെ ദേഹത്ത് തീയുടെ മണം പോലും അടിച്ചിട്ടില്ല. ഇതാണ് ഒരു ദൈവ പൈതൽ പരീക്ഷയിൽ കൂടെ കടന്നു പോകുമ്പോൾ എത്ര വലിയ കഷ്ടതയാണെങ്കിലും എല്ലാവരും പറയും, അയ്യോ 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചു. കൊണ്ടുപോയതായ ബലവാന്മാരെ ആ തീ എന്ത് ചെയ്തു? ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവരുടെ ദേഹത്ത് തീയുടെ മണം പോലും ഇല്ലാതെ ദൈവം സൂക്ഷിച്ചുവെങ്കിൽ, ഞാൻ ഒരിക്കൽ ഇതിന്റെ ചരിത്രം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ളതായ ആ ബാബേലില് അല്ലെങ്കിൽ ന്യായവിധി നടത്തിയതായ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് സ്തോത്രം 2 രീതിയിലുള്ളതായ അത് അവരുടെ മരണത്തിന്റെ ഈ തീജ്വാലയിൽ ആരെല്ലാം മരിച്ചു എന്നുള്ളതായ കൽവെട്ടുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് പരിശോധിച്ചതായ വ്യക്തികൾ അതിനകത്ത് പലരുടെയും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം.
പലരും ആ തീജ്വാലയ്ക്കകത്ത് എടുത്തിട്ട് മരിച്ചവരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് 3 വ്യക്തികളുടെ പേര് മാത്രം മരണത്തിന്റെ ലിസ്റ്റിൽ ഇല്ല എന്ന് ദൈവത്തിന് സ്തോത്രം ഗവേഷകന്മാർ അതേ കണ്ടെത്തുവാനിടയായി തീരുന്നു. എന്താണെന്ന് അറിയാമോ? അവരെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. ഇന്നും ലോകത്തിന്റെ ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയ ദൈവവൈതലേ, എന്താണെന്ന് അറിയാമോ? നമ്മുടെ ദൈവം തീയുടെ ശക്തിയെ ഇല്ലാതെയാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീ ഏത് പരീക്ഷയിൽ കൂടെ പോയാലും നീ പുറത്തു വരുമ്പോൾ ലോകം നിന്നെ കണ്ട് അത്ഭുതപ്പെടണം, നിന്റെ സഹോദരങ്ങൾ അത്ഭുതപ്പെടണം, നിന്റെ കൂട്ടുകാർ അത്ഭുതപ്പെടണം. ദൈവത്തിന് സ്തോത്രം. തീയുടെ മണം പോലും അടിക്കാതെ അവർ പുറത്തു വന്നു. ഇതാണ് ദൈവത്തിന്റെ സംരക്ഷണ എന്ന് പറയുന്നത്. തീയുടെ അഗ്നിശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ നാം മടങ്ങി വരേണ്ടത് എങ്ങനെയാണ്? 1, നാം അനുഗ്രഹത്തോട് നാം മടങ്ങി വരേണം. 2, പൊന്നുപോലെ നാം പുറത്തു വരുന്നവരായിരിക്കണം. 3-മതായിട്ട് നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയോടെല്ലാം മടങ്ങി വരേണ്ടത്, പ്രത്യാശയോട് നാം വരേണ്ടത് ആവശ്യമാണ്. അന്യ കണ്ണുകൾ കൊണ്ടല്ല, എന്റെ കണ്ണുകൾ കൊണ്ട് എന്റെ ദൈവത്തെ കാണും. എനിക്ക് ഒരു ദൈവമുണ്ടെന്ന് പറയുവാൻ ഇടയായി തീരണം. 3-മതായിട്ട് ദൈവത്തിന് സ്തോത്രം. പരീക്ഷയിൽ കൂടെ എത്ര മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചോട്ടെ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അറിയുന്നതനുസരിച്ച് ഇവരുടെ തീരുമാനം പുതുക്കി. സാധാരണ ഒരു രാജാവിനോടല്ല കാര്യം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്. ഈ തിരുവെഴുത്തിൽ എന്നെ വളരെയേറെ ആകർഷിച്ചതായ ഒരു കാര്യം 3-ാമധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ രാജാവിനോട് പറയുകയാണ്, ഇതിന് ഉത്തരം പറയേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ല. ദൈവത്തിന് സ്തോത്രം. രാജാവിന്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, അങ്ങ് ചോദിക്കുന്നതായി ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആവശ്യം ഞങ്ങൾക്കുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, എന്റെ ദൈവം ഉത്തരം പറയുമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ സേവിക്കുന്നതിന്റെ ദൈവം ഉത്തരം പറയുമെന്നാണ്. എത്ര പേർക്ക് അങ്ങനെയുള്ള ധൈര്യമുണ്ട്? ദൈവത്തിന് സ്തോത്രം. നിന്നോട് പലരും ചോദിച്ചേക്കാം, നിന്നോട് പലരും ആവശ്യപ്പെട്ടേക്കാം. ഇതിന് മറുപടി പറയാൻ പറയുമ്പോൾ പലരും നിരാശയുടെ വാക്ക് പറയും. ദൈവത്തിന് സ്തോത്രം. രാജാവിനോട് രണ്ട് കാര്യം മാത്രം പറഞ്ഞു. വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. ഒരുപക്ഷെ വിടുവിക്കാഞ്ഞാലോ ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. രാജാവ് പറഞ്ഞതിന് ഉത്തരം ഇത്തരം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിന്റെ ഉത്തരം ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. വേദഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിച്ചാട്ടെ. വായിക്കാം. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ വിടുവിക്കുന്ന ദൈവം ആരാണെന്ന് ഒരു ചോദ്യം അവിടെ ഉയർന്നിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ വിടുതൽ കിട്ടും? ആരാണ് നിങ്ങളെ വിടുവിക്കുവാൻ പോകുന്നത്? എന്നാൽ അതിന് മറുപടി ദൈവം അവർക്ക് കൊടുത്തു. ഇതേ അധ്യായത്തിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അത് വായിച്ചു നോക്കിയാട്ട് 26-ഉം 28-ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചുളയുടെ വാതിൽക്കൽ അടുത്തു ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ മേശക്കെ അബേദ്നെഗോവെ പുറത്തു വരുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. 29-ാം വാക്യം. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും ജീവിതമായി വിടുവിക്കുന്ന വേറെ ഒരു ദേവന്മാർ അല്ലെങ്കിൽ വേറെ ഒരു ദൈവം ഇല്ല എന്ന് രാജാവിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി പ്രശ്നങ്ങളോട് വന്നിരിക്കുന്നവർ, ബുദ്ധിമുട്ടോട് വന്നിരിക്കുന്നവർ, ഭാരത്തോട് വന്നിരിക്കുന്നവർ, എനിക്ക് വിടുതൽ കിട്ടുമോ എന്നതായി സംശയത്തോട് നാളുകളായിട്ട് പല പ്രശ്നങ്ങളുടെ മുഖത്ത് കടന്നു പോകുന്ന ദൈവമക്കൾ, ദൈവത്തിന് സ്തോത്രം. ഉത്തരം പറയേണ്ടത് ദൈവമാണ്. നീയല്ല ഉത്തരം പറയേണ്ടത്. നിന്റെ തീരുമാനത്തെ ഇന്ന് പകൽക്കാലം പുതുക്കിയെങ്കിൽ, നിന്റെ തീരുമാനത്തെ പുതുക്കി ദൈവത്തോട് നീ അടുക്കുന്നുവെങ്കിൽ കർത്താവ് നിനക്ക് പകരം ഉത്തരം പറയും. ദൈവത്തിന് സ്തോത്രം. ഈ വിധമായി രക്ഷിക്കുന്ന വേറെ ഒരു ദൈവത്തെ ലോകത്തിൽ നിനക്ക് കാണുവാൻ കഴിയത്തില്ല. അവൻ നമുക്ക് വേണ്ടി തന്റെ അവസാനത്തുള്ളി രക്തവും കാൽവരി ക്രൂസിൽ നൽകിക്കൊണ്ട് തന്റെ ശരീരത്തിൽ മുറിവ് ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മെ സൗഖ്യമാക്കുവാൻ അവന്റെ അടിപ്പിണറുകളാൽ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞതായി ദൈവപുത്രൻ
സാത്താന്റെ തലയെ തകർത്തുകൊണ്ട് നമുക്കായി ജയ ഉത്സവം ആചരിച്ചുവെങ്കിൽ ഈ വിധമായി വിടുവിക്കുന്ന വേറെ ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ കഴിയത്തില്ല. എന്റെ ദൈവം എന്നെ വിടുവിക്കുവാൻ മതിയായവനെന്ന് നീ ഏറ്റുപറയുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നീ ഏത് പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയെങ്കിലും നിനക്ക് വിരോധമായി കൽപ്പന പുറപ്പെടുവിച്ച് നിന്നെ എറിയുന്നതായി തീജ്വാലയിൽ തള്ളിയിട്ടതുപോലെ അഗ്നി ശോധനയിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു ദൈവ ശബ്ദം നിന്റെ നേരെ കടന്നു വരും. നിന്നെ നിന്ദിച്ചവർ, നിന്നെ പരിഹസിച്ചവർ, അവരുടെ മുൻപിൽ ദൈവം നിന്നെ ഒരു സാക്ഷിയാക്കി തീർക്കും. എത്ര പേർക്ക് അങ്ങനെയുള്ള വിശ്വാസമുണ്ട്? വിശ്വസിക്കുന്നവർ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോട് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നിങ്ങൾ പറഞ്ഞാട്ടെ. ആ ശബ്ദം ഇന്ന് പകൽക്കാലം നിന്റെ ചെവിയിൽ മുഴങ്ങട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ദൈവം ആരാണെന്ന് മറ്റുള്ളവർ അറിയേണ്ടതിന്, രാജാക്കന്മാർ അറിയേണ്ടതിന്, നിന്റെ സ്നേഹിതർ അറിയേണ്ടതിന്, നിന്റെ കൂടെയുള്ളവർ അറിയേണ്ടതിന്, നിന്റെ കുടുംബക്കാർ അറിയേണ്ടതിന് ഇന്ന് പകൽക്കാലം നീ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അത് യാതൊരു കേടും അവർക്ക് സംഭവിച്ചിട്ടില്ല എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തതായിട്ട് അത് തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ 6-ന്റെ 22-ാം ദാനിയേൽ പ്രവചനം 6-ന്റെ 22-ാം വാക്യം. തീയുടെ മണം പോലും ഏശാതെ അവർ പുറത്തു വന്നു. പരീക്ഷയിൽ നിന്ന് വരുമ്പോൾ ആ പരീക്ഷയിൽ കൂടെ നമ്മൾ പോയതാണോ എന്ന് ലോകക്കാർ നമ്മെ കണ്ട് അത്ഭുതപ്പെടണം. ദൈവത്തിന് സ്തോത്രം. അത്ഭുതപ്പെടുന്നതായ ഒരു അനുഭവം ഉണ്ടാകണം. അങ്ങനെയാണ് ഭക്തന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അടുത്തതായി നാം ഇവിടെ വായിക്കുമ്പോൾ വായിച്ചു നോക്കിയാട്ടെ. 6-ന്റെ 23-ാം വാക്യം വായിക്കാം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുകയാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ സിംഹം എങ്ങനെയാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കേടുവരുത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെ സംബന്ധിച്ച് ചില തിരുവെഴുത്തുകൾ ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ ആർക്ക് എതിരായിട്ടാണ് ഈ സിംഹം ഉയർന്നു വരുന്നത്, അതിന് എങ്ങനെ നമുക്ക് ജയിക്കുവാൻ സാധിക്കും എന്നുള്ളതായ വിഷയത്തെ സംബന്ധിച്ച് വേഗത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, ഇവിടെ നാം വായിക്കുമ്പോൾ ദാനിയേലിന് വിരോധമായിട്ട് സിംഹം വായി തുറക്കാതെ, കേടുവരുത്താതെ ദൈവത്തിന് സ്തോത്രം ദൈവം തന്നെ സംരക്ഷിച്ചു. അപ്പോൾ സിംഹത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് കേടുവരുത്തുന്ന സ്വഭാവമാണ് എന്ന് നാം പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. 2, അത് 1 പത്രോസ് 5-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അത് അലറുന്നതായ അല്ലെങ്കിൽ ആ ഒരു സിംഹത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അടുത്തതായിട്ട് അത് വിഴുങ്ങിക്കളയേണ്ടതിന് സിംഹം അവിടെ ഊടാടി ചുറ്റി നടക്കുന്നു. അത് സാത്താൻ സിംഹത്തെ പോലെ ഊടാടി ചുറ്റി നടക്കുന്നു എന്ന് വിഴുങ്ങിക്കളയുന്നതായ ഒരു ശക്തിയെ സാത്താനോട്, സിംഹത്തോട് ഉപമിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു കാര്യം, ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് ഒരിക്കൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സിംഹവും കരടിയും ദാവീദിന് നേരെ കടന്നു വന്നതായിട്ട്, അല്ലെങ്കിൽ ആടുകളെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ദാവീദ് അത് പിന്തുടർന്നു പോയി അതിന്റെ താടയ്ക്ക് പിടിച്ച് അതിനെ കീറിക്കളഞ്ഞ് അങ്ങനെ ദാവീദ് ആടുകളെ രക്ഷിച്ചതായി നമുക്ക് കാണാം. സിംഹം ആടുകളെ കൊണ്ടുപോകുന്ന, കൊന്നുകളയുന്നതായ സ്വഭാവമുള്ളതാണ്. ആടുകൾ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ താഴ്മയെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ആത്മീക സ്വഭാവങ്ങൾക്കെതിരായിട്ട് ഈ ദുഷ്ടശക്തികൾ പോരാടിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു വാക്യം ദൈവത്തിന് സ്തോത്രം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ സിംസോൻ കടന്നു പോയപ്പോൾ തനിക്കെതിരെ ഒരു സിംഹം കടന്നു വന്നു. അവൻ അതിന്റെ ഒരു ആത്മാവ്, ദൈവത്തിന്റെ ശക്തി തന്റെ മേൽ വന്നപ്പോൾ അതിനെ കീറിക്കളഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് 4 വിഷയങ്ങളായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ച് നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, ദാനിയേലിന് എതിരായിട്ട് എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് എതിരായിട്ടാണ് ഈ ശക്തികൾ പോരാടുന്നത്. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് തന്നെ സിംഹത്തിന്റെ ഗുഹയിൽ കൊണ്ട് ഇടണമെന്നതായ രാജകൽപ്പന പുറപ്പെടുവിച്ചത്. ശത്രു ആർക്ക് വിരോധമായി പോരാടുന്നെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വിരോധമായിട്ടല്ല, പ്രാർത്ഥിക്കുന്നവർക്ക് വിരോധമായിട്ട്. എന്നാൽ അതിനകത്ത് ഒരു ആത്മീക സത്യം അടങ്ങിയിട്ടുണ്ട്. 6-ാം അധ്യായത്തിൽ നാം വായിച്ചുവല്ലോ. 23-ാം വാക്യത്തിൽ ദാനിയേൽ ഏറ്റുപറയുകയാണ്. പ്രാർത്ഥിച്ച ദാനിയേൽ 3 വട്ടം പോയി പ്രാർത്ഥിച്ചു.
രേഖ എഴുതിയത് അറിഞ്ഞിട്ട് താൻ പ്രാർത്ഥിച്ചു. എവിടെ കൊണ്ട് ഇടുമെന്ന് ദാനിയേലിന് നന്നായിട്ട് അറിയാം. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരുത്താതെ താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദാനിയേലിന്റെ ഏറ്റുപറച്ചൽ ഇതാണ്: സിംഹം കേടുവരുത്താതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവർക്ക് കേടുവരുത്തുന്നതായ സിംഹത്തിന്റെ ശക്തിയെ അത് പിടിച്ചു കെട്ടുവാൻ ദൈവം ദൂതനെ അയക്കണമെങ്കിൽ ദാനിയേലിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ ദൂതന്മാർ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് പകൽക്കാലം നിന്നെയും നിന്റെ ജീവിതത്തിനും കേടുവരുത്തുന്നതായ അന്ധകാര ശക്തികളെ ജയിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ സാത്താൻ നിനക്ക് ഒരു കേടുവരുത്തുവാൻ ദൈവം അനുവദിക്കുകയില്ല. കേടുവരുത്തിയില്ല എന്ന് ദാനിയേൽ മറുപടി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നേ, കേടുവരുത്തുന്നതായി സിംഹത്തെ ജയിക്കുവാൻ ഒരു പ്രാർത്ഥനയുടെ അനുഭവം ആവശ്യമാണ്. രണ്ടാമതായിട്ട് നാം തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ ഉണർന്നിരിപ്പീൻ, നിർമ്മലരായിരിപ്പീൻ, ദൈവത്തിന് സ്തോത്രം എന്ന് വിശ്വാസത്തിൽ ഉറച്ചിരിപ്പീൻ എന്ന് പത്രോസ് പറയുകയാണ്. ഈ ശക്തിയെ ജയിക്കേണ്ടതിന് ഒരു ദൈവവൈതൽ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കേണ്ടതിന് ഉണർവുള്ളവരായി അവർ മാറ്റപ്പെടണം. അവിടെ നാം വായിക്കുന്നു, അവനെ എതിർത്ത് നിൽപ്പീൻ. ദൈവത്തിന് സ്തോത്രം. സാത്താനെ എതിർത്ത് നിൽക്കുക, സിംഹത്തെ എതിർത്ത് നിൽക്കുക, പ്രശ്നങ്ങളെ എതിർത്ത് നിൽക്കുക. അടുത്തതായി നാം വായിക്കുമ്പോൾ ദാവീദിന്റെ അനുഭവത്തെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ, ദാവീദ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നാണ്. ദൈവ ഇഷ്ടം ചെയ്യുന്നവർക്ക് വിരോധമായി ശത്രു എത്രമാത്രം ഏതെല്ലാം പ്രതികൂലങ്ങൾ കൊണ്ടുവന്നാലും സിംഹത്തിന്റെ വായി നീ അടച്ചു കളയും. ശത്രു നിന്നെ ഒരിക്കലും നിനക്ക് കേടുവരുത്തുകയില്ല. ദാവീദിനെ പോലെ അതിനെ കീറിക്കളയുവാൻ ഒരു അഭിഷേകം ദൈവം നിന്റെ മേൽ തരും. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് അതേ സിംസോന്റെ അനുഭവത്തെ സംബന്ധിച്ച് നമ്മുടെ പ്രതിഷ്ഠയ്ക്ക് വിരോധമായി പോരാടുന്ന ശക്തിയാണ് ഈ സിംഹത്തിന്റെ ശക്തി എന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അതിനെയും നാം ജയിക്കേണ്ടതിന് നമ്മുടെ പ്രതിഷ്ഠയെ നമുക്ക് ഒന്നുകൂടെ പുതുക്കാൻ പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പരീക്ഷയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ദൈവവൈതൽ സിംഹം എനിക്ക് കേടുവരുത്തിയില്ല എന്ന് പറച്ചിലോടുകൂടെ പുറത്തു വരേണം. അവസാനമായിട്ട് അതേ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെതായ കാൽവരി ക്രൂസ് മരണത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ക്രിസ്തു പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക് കടന്നുപോയപ്പോൾ അവൻ മടങ്ങി വന്നപ്പോൾ സാത്താനോട് തോറ്റ് പരാജയപ്പെട്ടല്ല മടങ്ങി വന്നത്. യേശു ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെട്ടത് കൊണ്ട് മടങ്ങി വന്നപ്പോൾ സാത്താനെ ജയിച്ചവനായിട്ടാണ് അവൻ മടങ്ങി വന്നത്. പല പ്രലോഭനങ്ങളൊക്കെയും യേശുവിന്റെ മുൻപിൽ കൊണ്ടുവന്നു, ലോകത്തിലെ കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പത്തെ തന്റെ അതെങ്കിൽ കല്ലുകളെ അപ്പമാക്കുവാൻ ആവശ്യപ്പെട്ടു, ഉയരത്തിൽ നിന്ന് താഴേക്ക് കുതിക്കുവാനായിട്ട് യേശുവിനോട് ആവശ്യപ്പെട്ടു. ഈ പരീക്ഷകളിൽ ഒന്നും യേശു പരാജയപ്പെട്ടു പോകാതെ സാത്താനെ ജയിച്ച് അവൻ മരുഭൂമിയിൽ നിന്ന് ജയാലിയായി കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മരുഭൂമി ദൈവത്തിന്റെ സഭയോട് നിഴലായിട്ട് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഈ മരുഭൂമിയിൽ നിനക്കും പരീക്ഷകളുണ്ട്. നിന്നെ നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ നീ ജയിക്കും. നീ ജയാലിയായി കർത്താവിന്റെ സന്നിധിയിലേക്ക് നിനക്കായി ഒരുക്കുന്ന അവകാശത്തിലേക്ക് നിനക്ക് ചെന്നു ചേരുവാൻ സാധിക്കും. യേശുവിനെ കൊണ്ടുപോയത് പരിശുദ്ധാത്മാവാകുന്നത് കൊണ്ട് സാത്താനെ പരാജയപ്പെടുത്തി. കൊലോസ്യർക്ക് ലേഖനം 2-ാം അധ്യായം എടുത്ത് പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി പൗലോസ് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, അവൻ വാഴ്ചകളെയും അതേ അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ചുകൊണ്ട് അവൻ അത് ക്രൂസിൽ വെച്ച് അവരെ പരസ്യ കോളമാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്ത് മായിച്ചു കളഞ്ഞ് ക്രൂസിൽ അവൻ ജയ ഉത്സവം ആചരിച്ചു. അവൻ ക്രൂസിൽ നിരാശപ്പെട്ടല്ല മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. അവൻ പരാജയം ഏറ്റുവാങ്ങിയല്ല മരിച്ചത്. പൗലോസ് പറയുന്നു, അവൻ ജയ ഉത്സവം ആചരിച്ചു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രിയമുള്ളവരെ, ഞാൻ സമയം ദീർഘമാക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂസ് മരണം അത് ജയത്തിന്റെ ഒരു പ്രതീകമായിട്ട് പൗലോസ് എടുത്തു പറയുമ്പോൾ നാമും നമുക്കായി ദൈവം ഒരുക്കുന്ന അവകാശം നാം പ്രാപിക്കേണ്ടതിന് യെശയ്യാ പ്രവചനത്തിൽ നാം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം 35-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം കൂടെ വായിച്ചിട്ട് നമ്മുടെ വാക്കുകൾ, അല്ലെങ്കിൽ എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുവാൻ താല്പര്യപ്പെടുന്നു. 35-ന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി സിയോണിലേക്ക് അവർ വരും. വായിക്കാം. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. അവർ നിരാശയോടല്ല വരുന്നത്. ദൈവമക്കൾ മനസ്സിലാക്കണം, ലോകത്തിൽ എന്ത് കഷ്ടമുണ്ടായാലും, നിന്ദകൾ അനുഭവിച്ചാലും, പരീക്ഷയിൽ കൂടെ പോയാലും,
പ്രതികൂലങ്ങളിൽ കൂടെ പോയാലും മടങ്ങി വരുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ, സിയോണിലേക്ക്, യെരുശലേമിലേക്ക് മടങ്ങി വരുമ്പോൾ, ഒരു ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഗംഭീരനാദം ദൈവമക്കൾ മുഴക്കുവാൻ പോകുകയാണ്. പരീക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, അതേ കർത്താവ് നമ്മെ വിളിക്കും. എന്നോടുകൂടെ പരീക്ഷയിൽ കൂടെ, കഷ്ടതയിൽ കൂടെ അതേ കടന്നുപോയ ഓരോ ദൈവമക്കളെയും അവൻ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് അവകാശം കൊടുക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, നാം തേജസ്സിന്റെ മഹത്വം പ്രാപിക്കുമ്പോൾ ലോകത്തുള്ള മറ്റുള്ളവർ നിന്ദിച്ചവരും പരിഹസിച്ചവരും അവർ അത്ഭുതപ്പെട്ടു പോകും. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നീ പരീക്ഷയിൽ കൂടെ കടന്നു പോകുമ്പോൾ ശത്രു നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, എല്ലാം തകർന്നു പോകുമെന്ന്. ഇല്ല, അബ്രഹാമിനെ പോലെ പറയണം, ഞാൻ വാഗ്ദത്തം പ്രാപിച്ചുകൊണ്ട്, ആത്മീകമായിട്ട് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട്, ഞാൻ എന്റെ കർത്താവ് എന്നെ ഈ പരീക്ഷയിൽ കൂടെ കൊണ്ടുപോകുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിരാശയോടല്ല മടങ്ങി വരാൻ പോകുന്നത്. ഹല്ലേലൂയ! എത്ര പേരത് വിശ്വസിക്കുന്നു? യഥാർത്ഥമായി ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിന്റെ ഈ പരീക്ഷയെ അതിജീവിക്കുവാനായിട്ട് ഒരാത്മീകമായ ബലം കർത്താവ് നിനക്ക് തരും. യോഹന്നാൻ അപ്പോസ്തലൻ ഒറ്റപ്പെട്ടതായ അവസ്ഥയിൽ ശരീരത്തിൽ ആശകളും വേദനയോടുകൂടെ, ശരീരത്തിൽ പലതരത്തിലുള്ളതായ വേദനയോടുകൂടെ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ ദൈവത്തിന് ഒറ്റ ഒരു കാര്യം മാത്രം ആവശ്യമായിരുന്നു, തന്നെ തന്റെ ആ അവസ്ഥയിൽ നിന്ന് മടക്കിക്കൊണ്ടുവരേണ്ടതിന്, തന്റെ ഏകാന്തമായ അവസ്ഥയിൽ നിന്ന് മടക്കിക്കൊണ്ടുവരേണ്ടതിന് കർത്തൃ ദിവസത്തിൽ തന്നെ ആത്മവ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് താൻ ഉയരേക്ക് കയറുകയാണ്. ഇതാണ് ദൈവമക്കളുടെ ജീവിതത്തിലെ പരീക്ഷയിൽ നിന്ന് അവർ മടങ്ങി വരുമ്പോൾ ഒരിക്കൽ അവരെ നിരാശപ്പെടുകയല്ല, അവർ ഉയരേക്ക് കയറുന്നവരായി മാറുകയാണ്. ഇന്ന് പകൽക്കാലം ഈ ദൈവ ശബ്ദം നിന്റെ ഹൃദയത്തിലേക്ക് മുഴങ്ങിക്കൊണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്നു. കണ്ണുകളെ അടച്ച് ആരെയും നിർബന്ധിച്ച് ആത്മാവിൽ നിറയ്ക്കുവാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കണ്ണുകളെ അടച്ചാട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. അത് യോഹന്നാനെ തൊട്ടതായ, യോഹന്നാനെ ഉയർപ്പിച്ചതായ, യോഹന്നാന്റെ മേൽ ഇറങ്ങിയതായ ആ ദൈവശക്തി ചില ദൈവമക്കൾ ഇന്ന് പകൽക്കാലം തൊടുവാൻ പോകുകയാണ്. മൗനമായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വന്ന് ഇറങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിന്റെ ഏകാന്തമായ അവസ്ഥ മാറ്റപ്പെടും. ഹല്ലേലൂയ! നീ യേശുവിനെ കാണാൻ പോകുന്ന സമയമാണ്. ആമേൻ. നീ ഒറ്റപ്പെട്ടപ്പോൾ, നീ മടങ്ങി വരുമ്പോൾ, യോഹന്നാൻ അവിടെ നിന്ന് മടങ്ങി വരുന്നത്, യോഹന്നാന്റെ അനുഭവം ദൈവത്തിന് സ്തോത്രം ഒരു സ്വർഗത്തിലെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. യോഹന്നാൻ ആ ലേഖന വെളിപ്പാട് പുസ്തകം അവസാനം നാം വായിക്കുമ്പോൾ യേശുവേ മടങ്ങി വരണമേ എന്നതായ പ്രത്യാശയുടെ വാക്കുകളോടുകൂടെയാണ് അവസാനിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? താൻ യെരുശലേമിനെയും സിയോനെയും അവകാശങ്ങളെല്ലാം കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായി എത്ര വേഗം അങ്ങോട്ട് പോയാൽ മതി എന്ന്. ഇതാണ് ഒരു ഭക്തന്റെ അനുഭവം. ഇന്ന് പകൽക്കാലം നമ്മുടെ അനുഭവം എന്തായിരിക്കുന്നു? ദൈവത്തിന് സ്തോത്രം. ലോകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുവോ, അതോ നിന്റെ പ്രത്യാശയെ പുതുക്കുന്നതായ ഒരു ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങുവാൻ നീ കാത്തിരിക്കുന്നുവോ? വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, പരീക്ഷയിൽ കൂടെ കടന്നു പോകുന്ന ദൈവവൈതലേ, നിന്റെ മേൽ ദൈവം ഒരു അഭിഷേകം പകരും. ആ അഭിഷേകത്തോട്, ആ ശക്തിയോട് നീ മുൻപോട്ട് പോയാട്ടെ. ശത്രു നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല, പരീക്ഷകൾക്ക് നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ഇത് വേഗം തീരും. നാം പറന്ന് ഉയരുവാൻ പോകുന്നു എന്ന് ഏറ്റുപറയുന്നവർ ദൈവത്തിന്റെ ശക്തിക്ക് ഇടം കൊടുത്ത് കാത്തിരുന്നാട്ടെ. ദൈവം നമ്മെ സഹായിക്കും. നിന്നകളേറ്റവരെ, അപമാനി